നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്. ആര് കിരീടം ചൂടും? ഈ സെമി ഫൈനലിൽ നിന്ന് മുന്നോട്ട് പോകാൻ കൂടുതൽ സാധ്യത ആർക്ക്? ഇത് ഇപ്പം ഒപ്റ്റ കൃത്യമായിട്ട് അവരുടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ അനാലിസിസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഒപ്റ്റ ആരാണ് എന്താണെന്നൊക്കെ സ്ഥിരമായിട്ട് ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കും. അല്ലാത്ത സുഹൃത്തുക്കളും ഇപ്പോൾ വേൾഡ് കപ്പിനോട് അനുബന്ധിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ചാനൽ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനൊന്ന് വിശദീകരിക്കണം. ഒപ്റ്റ എല്ലാവരും ഫുട്ബോൾ ലോകത്ത് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അനലൈസ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ അവരുടെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിൽ അവർ സാധാരണ ചെയ്യുന്നത് മാച്ച് സിമുലേഷൻസ് നിരവധി തവണ നടത്തും. അങ്ങനെയൊക്കെയാണ് അവർ ഒരു ഫൈനൽ ആയിട്ടുള്ള പ്രൊഡിക്ഷൻസൊക്കെ നടത്തുക. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണ്. ഒപ്റ്റയുടെ ടൂർണമെൻറ്റ് പ്രൊഡിക്ഷൻ വരുന്നത് ഫൈനലിലേക്ക് എത്താൻ 57% സാധ്യത ഫ്രാൻസിനാണ്. ഏറ്റവും അധികം ഫൈനലിൽ കടക്കാൻ സാധ്യത 57.7% സാധ്യതയുമായിട്ട് ഫ്രാൻസ് ഒന്നാമതും സ്പെയിന് രണ്ടാമതാണ് 42.3%. ആ രണ്ട് ടീമുകളുടെ ഇന്നത്തെ സെമി പോരാട്ടത്തിലെ സാധ്യതയാണ് ആ പറഞ്ഞത്. 57.7% ഫ്രാൻസിനാണ് ഇന്നത്തെ കളിയിൽ സാധ്യത. സ്പെയിനിന് 42.3% സാധ്യത. ഇനി ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീന മത്സരം കട്ടയാണെന്നാണ് ഒപ്റ്റ പറയുന്നത്. ഇതാണ് നമ്മൾ ഇന്നലെ ലൈവിലും ഇന്നലത്തെ നമ്മുടെ പോഡ്കാസ്റ്റിലും ഒക്കെ പറഞ്ഞത്. ഈ ആളുകൾ പ്രചരിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ അർജൻറ്റീനയേക്കാൾ എത്രയോ ഉയരത്തിലാണ് ഇംഗ്ലണ്ട് എന്നൊരു പ്രതീതി അവരുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. രണ്ട് ടീമിൻ്റെയും മുന്നോട്ട് പോക്കിലുള്ള സാധ്യതകളും രണ്ട് ടീമും ഒരുപോലെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഇന്നലെ ലൈവിലടക്കം വിശദീകരിച്ചതാണ്. ഒപ്റ്റയും അതുപോലെ തന്നെ കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഒപ്റ്റ പറയുന്നത് ഇംഗ്ലണ്ട് ഫൈനലിലെത്താനുള്ള സാധ്യത 50.9%, അർജൻറ്റീന ഫൈനലിലെത്താനുള്ള സാധ്യത 49.1% എന്ന് പറഞ്ഞാൽ ഒരു കട്ട പോരാട്ടം നമ്മൾ അവിടെ പ്രതീക്ഷിക്കണം. 1% പോലും ഇംഗ്ലണ്ടിന് കൂടുതൽ സാധ്യതയില്ല. ഓൺലി 0.9% കൂടുതൽ സാധ്യതയെ ഫൈനലിന് കാണുന്നുള്ളൂ. പക്ഷേ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കിരീടം ചൂടാൻ ഏറ്റവും അധികം സാധ്യത ആർക്കാണ്? അത് ഏറ്റവും കൂടുതൽ സാധ്യത ഒപ്റ്റ കണക്കാക്കുന്നത് 34% സാധ്യത ഫ്രാൻസിനാണ് കണക്കാക്കിയിരിക്കുന്നത്. രണ്ടാമത് സ്പെയിന്. ആ കളിയിൽ അവർ ജയിച്ച് കയറുകയാണെങ്കിൽ, അവർ ഫൈനലുണ്ടെങ്കിൽ അവർക്കാണ് കൂട്ടത്തിൽ ഏറ്റവും അധികം കിരീട സാധ്യതയിൽ രണ്ടാമത് വരുന്നത് 23.4%. മൂന്നാമത് ഇംഗ്ലണ്ട് 21.9%. നാലാമത് അർജൻറ്റീന 20.6%. ആർത്തത് വേണമെങ്കിൽ കപ്പടിക്കാൻ ഈ സെമി ഫൈനലിസ്റ്റുകളിൽ കുറഞ്ഞ സാധ്യത കണക്കാക്കിയിരിക്കുന്ന അർജൻറ്റീനക്കാണെന്ന് പറയാം. പക്ഷെ അപ്പോഴും നോക്കണം, ഇംഗ്ലണ്ട് 21.9%, അർജൻറ്റീന 20.6% എന്നുള്ളത്. ഇതൊന്നും ഇപ്പോൾ ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. കളിക്കളത്തിൽ എന്ത് പോരാട്ടം നടക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.